കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ നേതാവ് NS നുസൂർ. കോൺഗ്രസ് വർഗീയ പ്രീണനത്തിന് കുട പിടിക്കുന്നുവെന്നാണ് ആക്ഷേപം. മിശ്ര വിവാഹിതനായതിനാലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാത്തതെന്ന് നുസൂർ ജനം ടിവിയോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് നിന്നും MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നും വേണ്ടാത്തൊരു നേതാവാണ് NS നുസൂർ. മുൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സമരരംഗങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്, പാർട്ടി വിടുക എന്നുള്ളൊരു തീരുമാനം. അതിനുശേഷം അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്? ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായും നമുക്ക് ആ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് മതേതരത്വം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് നഷ്ടമായി എന്നുള്ള പൂർണ്ണ ബോധ്യം വ്യക്തിപരമായി എനിക്കത് ബോധ്യപ്പെട്ടപ്പോൾ ആണ് ഞാൻ അത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന സീറ്റ് സംബന്ധമായി ഞാനൊരു സീറ്റ് ചോദിച്ചിരുന്നു. ആ സീറ്റ് ചോദിച്ചപ്പോൾ അത് സജീവമായി പാർട്ടി ചർച്ച ചെയ്തു. സീറ്റില്ല എന്നറിഞ്ഞതിന് ശേഷവും ഞാൻ ഫേസ്ബുക്കിനകത്ത് എൻ്റെ ചെറിയ ഒരു വിഷമം വെച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അല്ലാതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇറങ്ങാം എന്നുള്ള ധാരണയോടുകൂടിയാണ് ഞാൻ നിന്നത്. പക്ഷേ അതിനുശേഷം എന്നോട് സംസാരിച്ച ഒരു നേതാവ്, പക്ഷേ എന്തായിരുന്നാലും അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മിശ്ര വിവാഹം നടത്തിയ ആളാണ്. സ്വാഭാവികമായും കൺവെർട്ട് ചെയ്തിട്ടില്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള വിശ്വാസം, എനിക്ക് എൻ്റേതായിട്ടുള്ള വിശ്വാസം. അത് തന്നെയായിരിക്കും നമ്മുടെ രാഷ്ട്രീയ നിലപാടും, അത് തന്നെയാണ് കോൺഗ്രസിൻ്റേതായിരുന്നു എൻ്റെ വിശ്വാസം. അത് മരിക്കുന്നത് വരെ ആ ആശയം മുൻനിർത്തി തന്നെ മുന്നോട്ട് പോവുക. ഇനിയിപ്പം രാഷ്ട്രീയ പ്രവർത്തനമില്ല എങ്കിലും ചിലപ്പോൾ ആ വോട്ടുകൾ വിഘടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ചില മുസ്ലിം കമ്മ്യൂണിറ്റി ഇത് അംഗീകരിക്കില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയും അംഗീകരിക്കാത്തൊരു സാഹചര്യമുണ്ടായാൽ അത് പരാജയത്തിലേക്ക് പോകും എന്നുള്ള വാചകം. പക്ഷേ അത് ആരെയാണോ ബാധിക്കുന്നത് ആ വ്യക്തിയോട് ആ സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി ആ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗം, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സമീപനം കൈക്കൊള്ളുന്ന ആളുകൾ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്ന പലതരം ചോദ്യങ്ങൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഒരു പോരാട്ടം, ജീവിതം ഒരു പോരാട്ടമായി കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ അതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ഈ നേതൃത്വത്തിന് മനസ്സിലായില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ ആലോചിച്ചപ്പോൾ ഈ മതേതര മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള പൂർണ്ണ ബോധ്യം എൻ്റെ അനുഭവത്തിലൂടെയാണല്ലോ. ഒരു സീറ്റ് തന്നാൽ ഉടനെ അത് മതേതര മൂല്യങ്ങളുടെ അംഗീകാരമല്ല. സീറ്റ് കിട്ടിയില്ല എങ്കിൽ പോലും മതേതര മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു വാചകം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചത് തെറ്റായിരുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. ഒരു ഏകാധിപത്യത്തിലേക്ക് മാറുന്നു കാര്യങ്ങളെന്നാണ്. ഏകാധിപതികൾ സർവാധിപത്യത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഏകാധിപത്യമാണ്, പക്ഷേ അത് സർവാധിപത്യത്തിലോട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ കോൺഗ്രസ്സിനകത്ത് ഇപ്പം നടക്കുന്ന ഒരു കാര്യം. രാഹുൽ ഗാന്ധിയെ എപ്പോഴും ആരാണ് ഒരു നേതാവിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്? അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികൾ, അടുത്തുള്ള ആളുകൾ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് സ്വയം ചിന്തിച്ച് നേതാവ് എടുക്കുമ്പോൾ, ഞാനിവിടെ ഇരിക്കുന്നു, എനിക്ക് ഡൽഹിയിൽ എന്ത് നടക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ രാഹുൽ ഗാന്ധി, ഡൽഹിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ എന്ത് നടക്കുന്നതെന്ന് അറിയില്ല. അതറിയണമെങ്കിൽ ഇവിടെ നിന്നുള്ള പാർട്ടി മുകളിലോട്ട് അറിയിക്കണം. അവിടെ നിന്ന് KC വേണുഗോപാലിൻ്റെ എത്തണം. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അറിയാവും. പിന്നെ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ചുമ്മാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി കേൾക്കുന്നത് കേരളത്തിൽ KC വേണുഗോപാലിൻ്റെ വാക്കുകളാണ്. അപ്പോൾ KC വേണുഗോപാൽ സ്വാഭാവികമായും അവിടെ അറിയിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ശാപം. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇപ്പം മല്ലികാർജുന ഖാർഗെയാണോ രാഹുൽ ഗാന്ധിയാണോ അതോ KC വേണുഗോപാലാണെന്നോ ഒരു സംശയം ഉള്ളതുകൊണ്ട് ഈ നേതാക്കൾ സ്വാഭാവികമായിട്ട് അവരാരെയും പിണക്കാൻ തയ്യാറല്ല. KC വേണുഗോപാലിനെയും പിണക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് വ്യക്തമായി പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചങ്ങ് സഹിച്ച് തീരുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട്.